അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈനിന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളതാണ്, പോപ്പുലേഷൻ സർവേ. പക്ഷേ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്ത്. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പർ സൂക്ഷിക്കേണ്ട. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് ഒന്നാം വേവിന്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് രണ്ടാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിങ്സിൽ അതിന്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിന്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതിന് ഭാഗികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 62 വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല, ഒരാളെ എക്സിറ്റ് ആയി പോയിട്ടില്ല. ഒരാളെ കാസർഗോഡ് അങ്ങനെ ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ള, അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത്. അപ്പൊ അതും സ്റ്റേറ്റ് മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു. പറഞ്ഞത് നമ്മുടെ ആശാപ്രവർത്തകർ അവര് ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്തവരെ ദുരിതത്തിലാക്കരുത്. അപ്പൊ അത് തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാട്. ഇത് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു ഗവൺമെന്റിന് ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. അപ്പൊ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. ആശമാരുടെ സംഘടനകൾ ആശമാർ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിന് നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം. നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം. അത് സർക്കാരിന്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കൂടി എടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു അന്ന് ചർച്ച നടത്തിയത്? എന്തിനായിരുന്നു? ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത് ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെന്റാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്, ഏത് ഗവൺമെന്റാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് 4-ാം ദിവസം
സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. 14-ാം തീയതി 15-ാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു. അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല, സത്യം മറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 15-ാം തീയതി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത്. വളരെ വിശദമായി ചർച്ച ചെയ്തു. അവരുന്നയിച്ച ഇപ്പോൾ ഒരു PHCയിൽ 25 ദിവസം ആശ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്, വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ടെന്ന്. അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല. ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്, ജില്ലാതലത്തിൽ സമിതിയുണ്ട്, സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം. അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഓവർ ബേർഡൻഡ് ആകുന്നുണ്ടെങ്കിൽ ദേശീയ ഗൈഡ് ലൈനിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിങ്ങിൽ ഓപ്പണായി ചോദിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശോധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇടപെടാമല്ലോ. ഇപ്പം ഇങ്ങനെ ആശമാർ ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടാം. പരാതികൾ ഉണ്ടെങ്കിൽ, വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. അതെല്ലാം വളരെ ഓപ്പൺ ആയിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.